ഗാസയിലെ മാധ്യമപ്രവർത്തകർ ഈസ് ഈക്വൽ ടു ഹമാസ് ആൻഡ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരർ എന്ന ഇസ്രായേലിന്റെ വാദത്തെ ഭാഗികമായെങ്കിലും ശരിവെക്കുന്നതാണ് CPJ ലിസ്റ്റ് പുനഃപരിശോധന. അവസാനം CPJയും സത്യം അംഗീകരിക്കാൻ നിർബന്ധിതരായി. CPJ എന്നാൽ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്സ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഗാസയിലെ മാധ്യമപ്രവർത്തകരുടെ ഡാറ്റാബേസ് പൂർണ്ണമായി പുനഃപരിശോധിക്കാൻ തയ്യാറായിരിക്കുകയാണ് CPJ. കാരണം മറ്റൊന്നുമല്ല, കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ പലരും നല്ല അസൽ ടെററിസ്റ്റുകളാണ്. ഹമാസിൻ്റെയോ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയോ യുദ്ധപ്രവർത്തകരാണ് അവർ, അല്ലാതെ മാധ്യമ പ്രവർത്തകരല്ല. CPJക്ക് അവരുടെ ലിസ്റ്റ്, അതായത് ഗാസയിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനാൽ കൊല്ലപ്പെട്ട പത്രപ്രവർത്തകരുടെ ലിസ്റ്റ്, അത് പുനഃപരിശോധിക്കാൻ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ സവിശേഷമായൊരു കാരണമുണ്ട്. ഹമാസും പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും അവരുടെ ഷഹീദായ പോരാളികളെക്കുറിച്ചുള്ള മരണക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മുമ്പ് CPJ മാധ്യമപ്രവർത്തകരായി രേഖപ്പെടുത്തിയിരുന്ന ചില വ്യക്തികളും അത്തരം ഒബിച്വറികളിൽ, മരണക്കുറിപ്പുകളിൽ പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നതിനാലാണ് ഈ പുനഃപരിശോധന. ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ ഇത് മാത്രമേ CPJക്ക് ചെയ്യാനുള്ളൂ. നേരത്തെ തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ ഇത് വെളിപ്പെടുത്തിയതാണ്. പല ഹമാസ് PIJ യുദ്ധപ്രവർത്തകരും CPJയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട മാധ്യമപ്രവർത്തകരായിരുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ CPJ വ്യക്തമാക്കുന്നത് ഇതാണ്, അതായത് ഒരാൾ മാധ്യമപ്രവർത്തകൻ അല്ലെന്ന് തെളിയിക്കുന്ന പുതിയ തെളിവുകൾ ലഭിച്ചാൽ, അല്ലെങ്കിൽ മരണസമയത്ത് അവർ മാധ്യമപ്രവർത്തകരാണെന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ അവർ യുദ്ധപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് തെളിഞ്ഞാൽ അവരുടെ പേരുകൾ ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. ഈ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി ഹമാസ് അല്ലെങ്കിൽ PIJ അംഗങ്ങളാണെന്ന് പിന്നീട് തെളിഞ്ഞതിനാൽ CPJ അതിൻ്റെ കിൽഡ് ഡാറ്റാബേസിൽ നിന്ന് 8 പേരെ ആദ്യപടിയായി നീക്കം ചെയ്തിരിക്കുന്നു. മറ്റ് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മറ്റൊരു 12 പേരെയും അവർ നീക്കം ചെയ്തതായി അവർ വെളിപ്പെടുത്തി. ഓർക്കുക, ഈ 20 പേരും CPJയുടെ ജേർണലിസ്റ്റ് കാഷ്വാലിറ്റീസ് പേജിൽ മുമ്പ് ഉൾപ്പെടുത്തപ്പെട്ടവരാണ്. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം 2026 ജൂൺ 25 വരെയുള്ള കണക്കനുസരിച്ച് CPJ രേഖപ്പെടുത്തിയിരിക്കുന്നത് 209 ആണ്. യുദ്ധത്തിൽ സജീവമായി പങ്കെടുത്ത ആരും തങ്ങളുടെ ഡാറ്റയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ പൂർണ്ണമായൊരു പുനഃപരിശോധന നടത്തുകയാണ് എന്നാണ് CPJയുടെ CEO ആയ ജോഡി ജിൻസ്ബർഗ് പറഞ്ഞത്. ഈ പുനഃപരിശോധന ജൂലൈയിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാസയിലെ മാധ്യമപ്രവർത്തകർ ഈസ് ഈക്വൽ ടു ഹമാസ് ആൻഡ് പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരർ എന്ന ഇസ്രായേലിൻ്റെ വാദത്തെ ഭാഗികമായെങ്കിലും ശരിവെക്കുന്നതാണ് CPJ ലിസ്റ്റ് പുനഃപരിശോധന. ഗാസയിലെ മാധ്യമപ്രവർത്തകരിൽ പലരും ഹമാസ് അഫിലിയേറ്റഡ് ആണ് എന്നത് ഒക്ടോബർ 7 ഭീകരാക്രമണ സമയത്ത് തന്നെ തെളിഞ്ഞതാണ്. അവർക്ക് ആക്രമണത്തെക്കുറിച്ചുള്ള മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നു. അവർ അതിർത്തി പ്രദേശത്ത് എത്തുകയും പിന്നീട് അതിർത്തി കടന്ന് ഇസ്രായേലിൽ എത്തി ഭീകരാക്രമണം തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. 2025 ഡിസംബറിൽ മേയർ അമിത് ഇൻ്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെൻറ്റർ നടത്തിയ പഠനത്തിൽ ഗാസയിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരായി തിരിച്ചറിഞ്ഞ മാധ്യമപ്രവർത്തകരിൽ 60% പേർ ഹമാസ് അല്ലെങ്കിൽ PIJ എന്നിവയുമായി ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇവരിൽ പലർക്കും ഇരട്ട വേഷമുണ്ടായിരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതായത് അവർ ഹമാസിൻ്റെയോ അല്ലെങ്കിൽ PIJയുടെയോ ഫൈറ്റേഴ്സും മാധ്യമപ്രവർത്തകരും ആയിരുന്നു. ഇസ്രായേലുമായുള്ള യുദ്ധങ്ങളിലും സൈനിക ഏറ്റുമുട്ടലുകളിലും മാധ്യമപ്രവർത്തകരുടെ പങ്കിന് ഹമാസ് വലിയ പ്രാധാന്യം നൽകുന്നത് അവരെ പ്രചരണ യുദ്ധത്തിൽ, പ്രൊപ്പഗാൻഡ വാറിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. പൊതുവായ ഒരു ഇസ്രായേൽ വിരുദ്ധ ആഖ്യാനം സൃഷ്ടിക്കാനുള്ള ടൂളുകളായാണ് ഹമാസും മറ്റും മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. ഹമാസും അൽ ജസീറയും തമ്മിൽ കൃത്യമായ ഏകോപനം തന്നെ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന രേഖകളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് ഗാസയിൽ നിന്നും കിട്ടിയത്. ഹമാസിൻ്റെ മാധ്യമപ്രവർത്തനങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത, പല വർഷങ്ങളിലായി നടപ്പിലാക്കേണ്ട ഒരു മാസ്റ്റർ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. ഇത് 25 പ്രോജക്റ്റുകളായി തിരിച്ചിരിക്കുന്നു. ഓരോ പ്രോജക്റ്റിനും കൃത്യമായി അളക്കാവുന്ന ലക്ഷ്യങ്ങൾ,
ഉള്ളടക്ക നിർമ്മാണത്തിനുള്ള ക്വാട്ടകൾ, സമയപരിധികൾ, വിഭവങ്ങളുടെ വിഹിതം എന്നിവ നിശ്ചയിച്ചിട്ടുണ്ട്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചും ഇസ്രായേലിലെ പ്രേക്ഷകരെ ലക്ഷ്യമിട്ട് പണം നൽകിയുള്ള പരസ്യങ്ങൾ നൽകിയും ഇസ്രായേലി നേതാക്കളെയും പ്രതീകങ്ങളെയും പരിഹസിക്കാൻ ഹാസ്യ പേജുകൾ അല്ലെങ്കിൽ സറ്റാരിക്കൽ പേജുകൾ നടത്തിയും ഇസ്രായേലിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ഒരു പ്രധാന ലക്ഷ്യം. ഇസ്രായേലി ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ വിതച്ച് അവരുടെ മനോവീര്യം കെടുത്തുക, അവർക്കിടയിലെ ഭിന്നതകൾ വർദ്ധിപ്പിക്കുക, പ്രതിസന്ധികൾ വഷളാക്കുക എന്നിവയും ഇതിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഈ രേഖകൾ പറയുന്നത്. തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നിയമസാധുത നേടിയെടുക്കാനും ഇസ്രായേലിനെ അപകീർത്തിപ്പെടുത്താനും രാക്ഷസീയമായി ചിത്രീകരിക്കാനുമായി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള നെറേറ്റീവുകൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ രൂപപ്പെടുത്താൻ വൻതോതിൽ വിഭവങ്ങൾ നിക്ഷേപിക്കുക, ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ നോർമലൈസേഷന് വേണ്ടി ശ്രമിക്കുന്ന അറബ് രാജ്യങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ ബഹിഷ്കരണ പട്ടികകളും അതായത് ബ്ലാക്ക് ലിസ്റ്റുകളും പരസ്യമായ അപലപനങ്ങളും ഉൾപ്പെടെയുള്ള കടുത്ത പ്രചരണങ്ങൾ നടത്തുക എന്നിവയാണ് പദ്ധതികൾ എന്നാണ് ഈ രേഖകൾ വെളിപ്പെടുത്തുന്നത്. ഹമാസ് അഫിലിയേറ്റഡ് മാധ്യമങ്ങൾ അവരുടെ ആശയപ്രചാരണ യുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രമാണെന്ന് ഈ രേഖകൾ കാണിക്കുന്നു. ഏതായാലും CPJയുടെ ലിസ്റ്റ് പുനഃപരിശോധന എന്നത് സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാം.